നമസ്കാരം, തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ്, ചെമ്മാട്. വാർത്തകൾ വിശദമായി. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം വിവരാവകാശ നിയമത്തിന്റെ ചിറകരിയുവാനും കൂട്ടിലടയ്ക്കുവാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ അബ്ദുൽ ഹക്കീം. തിരൂരങ്ങാടി PSMO കോളേജിൽ NSS ഡിഗ്രി വിദ്യാർത്ഥികൾക്കായി ക്ലബ് ഓഫ് RTI ഓർഗനൈസേഷൻ കോറോ സംഘടിപ്പിച്ച വിവരാവകാശ നിയമ ശില്പശാല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പല ഉദ്യോഗസ്ഥർക്കും പ്രത്യേക അജണ്ടകൾ സംരക്ഷിക്കാനുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. ജനങ്ങൾ എത്ര കൂടുതൽ ജനാധിപത്യ സർക്കാരിനോട് അടുത്തു വരുന്നുവോ അതിലധികം അവരിൽ നിന്ന് അകലം പാലിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത്. ഈ നിയമത്തിൽ വിവരം പുറത്തു നൽകേണ്ടതില്ല എന്ന് വിവരിക്കുന്ന വകുപ്പുകൾക്കാണ് ഇതിനകം ഏറെ പ്രചാരവും പ്രയോഗവും ലഭിച്ചിട്ടുള്ളത്. ആകെ 31 വകുപ്പുകളുള്ള RTI ആക്ടിൽ 8ാം വകുപ്പിൽ പറയുന്ന 10 ഇനങ്ങളാണ് നൽകേണ്ടതില്ലാത്തത്. ആ നിർദ്ദേശങ്ങൾ വളരെ ആവേശത്തോടെ നടപ്പാക്കാൻ ഉദ്യോഗസ്ഥരും ആ ഖണ്ഡികയുടെ വ്യാപ്തി വലുതാക്കാൻ ചട്ടം നിർമ്മിക്കാൻ അനുമതിയുള്ള അധികാരികളും നിരന്തരം പരിശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിവരം നൽകാൻ പറയുന്ന മറ്റു വകുപ്പുകളുടെ ഉത്തമ താൽപ്പര്യം ഇവരിൽ ഏറെ പേരും സൗകര്യപൂർവ്വം മറയ്ക്കുകയോ മറച്ചുപിടിക്കുകയോ ചെയ്യുകയാണ്. മാത്രമല്ല, അത്തരം വകുപ്പുകളെ ദുർബലപ്പെടുത്തുവാനും അസ്ഥിരപ്പെടുത്തുവാൻ പോലും പലപ്പോഴും ശ്രമങ്ങൾ നടക്കുകയാണ്. അപേക്ഷ നൽകിയാൽ വിവരം ലഭിക്കുമെന്നും ഇല്ലെങ്കിൽ ചോദിക്കാൻ ആളുണ്ടെന്നും വന്നതോടെ ജനങ്ങൾ കൂടുതലായി ഈ നിയമത്തെ ആശ്രയിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിവരാവകാശ നിയമത്തിലൂടെ പുറത്തു കൊടുക്കാൻ പാടില്ല, അല്ലെ കൊടുക്കേണ്ടതില്ല, അല്ലെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി മാത്രമേ കൊടുക്കാവൂ എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഈ ആക്ടിലെ 8-9 സെക്ഷനുകളിൽ പറയുന്നുണ്ട്, ഖണ്ഡികയിൽ പറയുന്നുണ്ട്. വിവരാവകാശ നിയമം മൊത്തത്തിൽ 31 സെക്ഷനേ ഉള്ളൂ, വളരെ ചെറിയ നിയമം. ഈ സെക്ഷനുകളിൽ ഒരു നിർവചനം, കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, പിടിക്കണം എന്ന് കുറേ കമ്മീഷന്മാരെ നിയമിക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. വിവരം കൊടുക്കണം എന്ന് പറയുന്നത് 6, 7 പോലെയുള്ള നിയമം 6, 7, 11, 10, 11 ഒക്കെയാണ്. 8, 9 എന്ന് പറയുന്നത് കൊടുക്കണ്ടാത്തതോ കൊടുക്കാൻ നിയന്ത്രണങ്ങൾ ഉള്ളതോ ആയ കാര്യങ്ങളാണ്. 8ാം വകുപ്പിന് 10, അതിനകത്ത് കുറച്ച് പിരിവുകളുണ്ട്. ഈ പിരിവുകളിൽ പറയുന്നുണ്ട് ഏതൊക്കെ വിവരങ്ങൾ കൊടുക്കണ്ട, അല്ലെ നിയന്ത്രിച്ച് കൊടുക്കണം. ഉദാഹരണം, നമ്മുടെ നാട്ടിൽ വിവരാവകാശ നിയമം 2005 വന്നു. പക്ഷേ അന്നും ഇന്നും ജമ്മു കാശ്മീരിൽ വിവരാവകാശ നിയമം ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ രാജ്യസുരക്ഷാ നിയമങ്ങൾ നടപ്പാക്കിയിരിക്കുന്ന പ്രദേശത്തെ വിവരങ്ങൾ വിവരാവകാശ നിയമപ്രകാരം പുറത്തു കൊടുക്കണം. 1. 2, വ്യക്തിയുടെ സ്വകാര്യതയിലേക്ക് കടന്നു പോകുന്ന വിഷയമാണെങ്കിൽ കൊടുക്കണ്ട. 3, മൂന്നാം കക്ഷിയുടെ വിവരമാണെങ്കിൽ അയാളുടെ അനുമതി ഇല്ലെങ്കിൽ കൊടുക്കണ്ട. 4, കക്ഷിയും വക്കീലും തമ്മിൽ സംസാരിക്കുന്ന, ദാറ്റ് മീൻസ് സർക്കാരും സർക്കാരിന്റെ വക്കീലും തമ്മിൽ സംസാരിച്ച് കോടതി പറയാൻ കൊടുക്കുന്ന വിവരങ്ങളുണ്ട്. അതിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ചിലപ്പോൾ വക്കീൽ കോടതി പറഞ്ഞാണ്, കുറച്ച് വിവരങ്ങൾ പറഞ്ഞു കാണില്ല. അപ്പോൾ ഒരു അപേക്ഷ വരും, സർക്കാർ വക്കീലിനോട് പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് ഞങ്ങളോട് പറയണം. അപ്പോൾ നമ്മൾ പറയും അത് ജുഡീഷ്യറി വിശ്വാസാധിഷ്ഠിത ബന്ധത്തിൽ പരസ്പരം കൈമാറുന്ന ഇൻഫർമേഷനാണ്, അത് പുറത്തു കൊടുക്കേണ്ടതില്ല. ഞാൻ കൈകാര്യം ചെയ്തൊരു കേസിൻ്റെ ഉദാഹരണങ്ങളൊക്കെ പറയാം. നിങ്ങൾ ഒരിക്കലും പൊളിറ്റിക്കലായിട്ടൊന്നും അതിനെ എടുക്കരുത്. ഇമ്പാക്റ്റ് ഒക്കെ പൊളിറ്റിക്കലായിരിക്കും, പക്ഷേ എൻ്റെ മുന്നിൽ പൊളിറ്റിക്കൽ നമ്മൾ ഇതിന് ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന് നോക്കിയിട്ട് നിയമം നടപ്പാക്കാൻ പറ്റില്ല, നടപ്പാക്കുന്ന ആളല്ല. അതുകൊണ്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുക എന്ന ഉത്തരവ് എനിക്ക് ഇടാനത്. അതുകൊണ്ടാണ് ഇതല്ല പറയാൻ പോകുന്നത്. ലാവ്ലിൻ കേസിന്റെ കേസ് വന്ന് 10-32 പ്രാവശ്യം മാറ്റിവെച്ച് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഹാജരാകുന്ന വക്കീല് സ്റ്റാൻഡിംഗ് കൗൺസിൽ ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റ് ജനറലിനോട് ഗവൺമെന്റ് കൊടുത്ത നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശത്തിന്റെ കോപ്പി എന്താ വേണമെന്ന് പറഞ്ഞിട്ട് അപേക്ഷ. അപ്പൊ തന്നെ വന്നതാർക്കാണ് അവിടെ തിരക്കി നോക്കിയപ്പോൾ അത് ഇങ്ങനെ ഡോക്ടർ അബ്ദുൽ ഹക്കീം. ഓഹോ, നാളെ തലവേദന ആയിരിക്കും അവർ ധരിച്ചിട്ടുണ്ട്, കാരണം ഇത് പുറത്തു പോകും എന്നാണ് പ്രതീക്ഷിച്ചത്. ഞാൻ നോക്കിയപ്പോൾ അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറയുന്നത് സർക്കാരിന്റെ വക്കീലാണ്. അപ്പൊ വക്കീലിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ സർക്കാർ വക്കീലിന്റെ കക്ഷിയാണ്. കക്ഷിയും വക്കീലും തമ്മിൽ സംസാരിക്കുന്ന വിവരങ്ങൾ ജുഡീഷ്യൽ റിലേഷനാണ്, അത് പുറത്തു കൊടുക്കേണ്ടത്. മനസ്സിലായി എന്ന് പറഞ്ഞതുപോലെ 8 വിവരങ്ങൾ പറയുന്നുണ്ട് കൊടുക്കണം. അതിനകത്ത് കുറച്ച് വിവരങ്ങൾ, 9 കുറച്ച് വിവരങ്ങൾ പറയുന്നുണ്ട്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പോഴും കാണാതെ പഠിച്ചുകൊണ്ട് നടക്കുന്നത് ഈ 8, 9 മാത്രമാണ്. കൊടുക്കേണ്ട വിവരങ്ങൾ പലതും അവർക്കറിയില്ല. വിവരാവകാശ നിയമത്തെക്കുറിച്ച് വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്കും വിവരാവകാശ കമ്മീഷണർ മറുപടി നൽകി.
വിവരാവകാശ നിയമങ്ങൾ കുറയ്ക്കുന്നതിനും വിദ്യാർത്ഥികളിലേക്കും ജനങ്ങളിലേക്കും വിവരാവകാശ നിയമത്തെ കൂടുതൽ പ്രചോദനമായി എത്തിക്കുന്നതിനും ക്ലബ് ഓഫ് RTI ഓർഗനൈസേഷൻ പ്രവർത്തിക്കണമെന്ന് കോറോയോട് വിവരാവകാശ കമ്മീഷണർ നിർദ്ദേശിച്ചു. കോറോ വെബ്സൈറ്റ് ഉദ്ഘാടനവും വിവരാവകാശ കമ്മീഷണർ നിർവഹിച്ചു. ആദ്യ മെമ്പർഷിപ്പ് ഫോറം ഭാസ്കറിൽ നിന്നും സ്വീകരിച്ചു. PSMO കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ നിസാമുദ്ദീൻ കുന്നത്ത് ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. PSMO കോളേജ് തിരൂരങ്ങാടി മാനേജ്മെൻറ്റ് ക്വാളിറ്റി അഷുറൻസ് സെല്ല് CEO ഡോക്ടർ അബ്ദുൽ അസീസ് കെ മുഖ്യാതിഥിയായി. ചടങ്ങിൽ തിരൂരങ്ങാടി തഹസിൽദാർ സാദിഖ, വിവരാവകാശ ഓർഗനൈസേഷൻ കേരള സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റ് കെ നാരായണൻ, സെക്രട്ടറി KT അബ്ദുൽ മനാഫ്, ട്രഷറർ ജോളി ജോസഫ്, സ്വാഗത സംഘം കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൾ റഹീം, കോഴിക്കോട് പ്രതിനിധി റാഫി പരുത്തിപ്പാറ, ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി EK അബ്ദുൽ ലത്തീഫ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.